ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് ചിന്തകളുണ്ട്. അതിനുശേഷം രക്ഷയെക്കുറിച്ച് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ. അതിലൊരു പ്രധാന സ്റ്റേറ്റ്മെൻറ്റാണ്, നാം എല്ലാവരും പാപികളാണ്. ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പൊതുവെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അതിനെക്കുറിച്ച് അത് എനിക്ക് മനസ്സിലായ ഒരു രീതിയിൽ ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഈ രക്ഷയെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നിങ്ങൾക്ക് വിശദീകരിക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയാണ് അത് പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. സ്ത്രീകൾക്ക് പൊതുവെ മെൻ്റൽ ഹെൽത്ത് കൂടുതലാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോഴെങ്കിലും. കാരണം ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും അധികം അതൊഴികെ മറ്റൊരു റിക്രിയേഷനും ഇല്ലാതെ അവർക്ക് സന്തോഷകരമായൊരു ജീവിതമൊക്കെ ചെയ്യാൻ ദൈവം അവരെ സഹായിക്കുന്നുണ്ട്. അതുതന്നെയാണ് അങ്ങനെ തോന്നാനുള്ള കാരണം. എന്നാൽ മറ്റുള്ളവർക്ക് അങ്ങനെ കഴിയാറില്ല. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഇപ്പോൾ 16ഉം 17ഉം അവധി ആയപ്പോൾ തന്നെ 16 വൈകിട്ടായപ്പോൾ തന്നെ ബോറടിച്ചവരുണ്ട്. എന്നാൽ അത് സഹിച്ചിട്ട് 17-ാം തീയതി പുറത്തിറങ്ങിയവരുമുണ്ട്. ഇനി ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറഞ്ഞാൽ ഒരു സങ്കല്പത്തിൽ ഒരു സാഹചര്യം വിവരിക്കുകയാണ്. നമ്മുടെ സഹോദരൻ സിജോയുമായിട്ട് ഞാനൊരു വഴക്കുണ്ടാക്കി. ഫോണിൽ സംസാരിച്ചിട്ട് എനിക്ക് ആവേശം തീരാത്തത് കൊണ്ട് ഞാൻ നേരെ വീട്ടിലോട്ട് ചെന്നു. വായുകൊണ്ട് പറയാവുന്നതെല്ലാം പറഞ്ഞ് അവസാനം കൈവയ്ക്കുന്ന സ്ഥിതിയിലായി. കയ്യും വെച്ചു. അപ്പോൾ ഇത് കണ്ട് പെട്ടെന്ന് അങ്കലാപ്പിൽ ജോസ്മി പോലീസിനെ വിളിച്ചു. ഞാൻ എൻ്റെ അരിശമൊക്കെ തീർത്തതിന് ശേഷം ഇനി തിരിച്ചു പോന്നു. പോകുന്ന വഴിക്ക് ഞാനൊരു കേസും സിജോയ്ക്കെതിരെ കൊടുത്തു. പോലീസ് അവിടെ വന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ച ശേഷം സിജോയുടെ നിന്ന് ഒരു പരാതി വാങ്ങിച്ചുകൊണ്ട് അവരും പോയി. പെട്ടെന്ന് സഭയിൽ പലരുമൊക്കെ അറിഞ്ഞു. അങ്ങനെ എല്ലാവരും അറിഞ്ഞു. വ്യാഴാഴ്ച ആകുമ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? നിങ്ങൾക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാനങ്ങ് പറയാം. ഇത് ശരിയല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ അവിടോട്ട് പോകണം, വേറെ എങ്ങോട്ടെങ്കിലും നമുക്ക് വേറെ ആരെങ്കിലും വീട്ടിലോട്ടെങ്ങനെ മാറിയിരുന്ന് പ്രാർത്ഥിച്ചാൽ എന്താ എന്ന് നിങ്ങളൊരു 50% ആൾക്കാരെങ്കിലും ചിന്തിക്കാതിരിക്കുമോ എന്ന് സംശയമുണ്ട്. ചിന്തിക്കത്തില്ലെങ്കിൽ ഒന്ന് പറയണം. അപ്പോൾ ചിന്തിക്കുമെന്ന് എനിക്ക് ഉറപ്പിക്കാം. സമ്മതിച്ചു. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെപ്പോലെ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ പെന്തക്കോസുകാരും, ചർച്ച് ബോർഡ്, IPC, ഷാരോൻ, ഈ 3 സഭകളും, അസംബ്ലി സഭകളും, ഈ 4 സഭകളിലുള്ളവർ എന്തുകൊണ്ടാണ് അവരെ സഭ വിട്ടു പോകാത്തത് എന്ന് ഒരു ഉത്തരം നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തിക്കും. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. കാലങ്ങളായിട്ട് നമ്മളൊരു എപ്പിസ്കോപ്പൽ സ്വഭാവം നമ്മളിൽ തന്നെ മെനഞ്ഞെടുത്തു. എപ്പിസ്കോപ്പൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു ഭരണകേന്ദ്രം പോലെ ഒരു ബിഷപ്പിൻ്റെ കീഴിൽ, ബിഷപ്പ് എന്നുള്ള വാക്കേ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു പണ്ട്. അവസാനം ചർച്ച ബോർഡുകാരുടെ ഒരു ഓർഡിനേഷൻ ബിഷപ്പ് എന്നുള്ള പേരിൽ തന്നെ വരുന്നത്, ഓർഡൈൻഡ് ബിഷപ്പ് എന്നാക്കി. അപ്പോൾ പിന്നെ ബിഷപ്പ് നമ്മൾ അംഗീകരിച്ചു. പക്ഷേ തിരുമേനി മാത്രം നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ബിഷപ്പിനെ പരിഭാഷപ്പെടുത്തത്തില്ല. ബിഷപ്പിനെ മലയാളത്തിലും ബിഷപ്പ് എന്നേ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ നമ്മളതങ്ങ് സ്വീകരിച്ചു. എപ്പിസ്കോപ്പൽ സ്വഭാവം എന്താണെന്ന് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ കത്തോലിക്ക, യാക്കോബ, മാർളം അങ്ങനെയുള്ള സഭകളിൽ ഒരു കേന്ദ്ര അധികാരവും അതിൻ്റെ കീഴിൽ മറ്റ് ചെറിയ അധികാരങ്ങളും ഒക്കെ വെച്ച് മേളിൽ നിന്ന് ഉത്തരവ് ഇങ്ങോട്ട് താഴോട്ട് എഴുന്നള്ളിക്കുന്നതിനെയാണ് എപ്പിസ്കോപ്പൽ സഭകളെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം, അതിൻ്റെ രീതി അതാണ്. പക്ഷെ നമ്മൾ സെൻട്രൽ പാസ്റ്ററെ നിയമിച്ചപ്പോൾ എപ്പിസ്കോപ്പൽ സ്വഭാവമൊന്നും നമുക്ക് വന്നില്ല. സംസ്ഥാന പ്രസിഡന്റിനെ നമ്മൾ തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി വഴക്കുണ്ടാക്കിയപ്പോഴും നമുക്ക് എന്ത് വന്നില്ല? എപ്പിസ്കോപ്പൽ സ്വഭാവം വന്നില്ല. ഇനി അഖിലേന്ത്യാ പ്രസിഡന്റിനെ നമ്മൾ തിരഞ്ഞെടുത്തപ്പോഴും റീജിയണൽ സൂപ്രണ്ടിനെ തിരഞ്ഞെടുത്തപ്പോഴും നമുക്ക് എന്ത് വന്നില്ല? എപ്പിസ്കോപ്പൽ സ്വഭാവം വന്നിട്ടില്ല. പക്ഷേ നമ്മളിപ്പോഴും പറയും മറ്റുള്ളവർ
എപ്പിസ്കോപ്പൽ സഭകളെ പോലെ നമ്മൾ ഈ ലോക മനുഷ്യരെ പോലെ ആകരുത്. ദൈവത്തിന് സ്തോത്രം. ഒരു ചെറിയ രൂപമാറ്റവും കൂടെ, രൂപാന്തരം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗത്തുനിന്ന് വിരമിക്കാൻ പറ്റും. ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന സമയത്ത് ആ ദേശത്ത്, കൊട്ടാരക്കര ദേശത്താണ്, ആ ദേശത്തുള്ള പെന്തക്കോസ്ത് സഭകൾക്ക് ഒന്നിനും ഒരു ശവക്കോട്ട ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ശവക്കോട്ട വേണ്ട കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് പലപ്പോഴും ഇവിടെ നിന്ന് അടൂര് വരെ കൊണ്ടുപോയ ചരിത്രം എനിക്ക് ഓർമ്മയുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞ് സഭകൾക്കെല്ലാം ശവക്കോട്ടകളായി നല്ല സെല്ലാറുമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കിഷ്ടമല്ലാതെ മാറ്റി നിർത്തിയേക്കുന്ന ഒരു സഹോദരൻ്റെ വീട്ടിലൊരു മരണം നടന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, അവനെ അവിടെ അടക്കത്തില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് നമ്മളെത്തി. അപ്പോഴും നമ്മൾ എപ്പിസ്കോപ്പൽ സഭകളെ പോലെ അല്ല. നമുക്കെന്താ, തെമ്മാടിക്കുഴിയില്ല. നമ്മൾ എവനെ ഏത് കുഴിയിലോട്ട് ഇട്ടു? ദൈവത്തിന് സ്തോത്രം. ഞാൻ അരുതായിക വല്ലതും പറഞ്ഞോന്ന് എനിക്ക് തോന്നുന്നല്ലോ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം, അതായിരിക്കും എളുപ്പം. റോമാലേഖനം 10-ാം അധ്യായത്തിൽ വളരെ പരിചിതമായിട്ടുള്ള 2 വാക്യങ്ങളാണ്. 9-10, 10-ന്റെ 9-10. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവമോനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യും. വളരെ നമ്മൾ കേട്ടിട്ടുള്ള വാക്യമാണ്. അതിനെക്കുറിച്ച് വിശദീകരണം ആവശ്യമില്ല. പക്ഷെ നമ്മളിത് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെടേണ്ടത്? എന്തുകൊണ്ടാണ്? എല്ലാ മനുഷ്യരും പാപികളായതുകൊണ്ടാണ് രക്ഷിക്കപ്പെടേണ്ടത്. അതിന് നമ്മൾ പറയാറുണ്ട്, എല്ലാ മനുഷ്യരും പാപികളായത് എങ്ങനെയാണ്? പാപിയായ ഒരു മനുഷ്യനിൽ നിന്ന് നമ്മൾ ജനിച്ചു വന്നത് നിമിത്തം ആണ് നമ്മൾ പാപികളാവും. ഇതാണ് ബോധ്യമാകാൻ പലർക്കും ഒരല്പ പ്രയാസമുണ്ട്. എനിക്ക് ഞങ്ങൾക്ക് മാതാവും പിതാവും കൂടെ അവർ അവകാശമാക്കിയിരുന്ന ഒരു 50 സെന്റ് ഭൂമി കൊട്ടാരക്കര ഉണ്ടായിരുന്നു. അവർ മരിക്കുമ്പോൾ അതിന് ഗ്രാമീണ ബാങ്കിൽ നിന്നൊരു ലോൺ ഉണ്ടായിരുന്നു എന്ന് വയ്ക്കുക. ആ ലോൺ അടച്ചിട്ടില്ല. അപ്പം അന്വേഷിച്ചപ്പോൾ മനസ്സിലായി കാര്യം. ശവടൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തപ്പുന്നത് പ്രമാണം ഉണ്ടെങ്കിൽ പ്രമാണം, അത് കഴിഞ്ഞാൽ പിന്നെ വെങ്കലപാത്രം, ഈ ഉരുളി, ചെമ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത്. ഇതാണ് നമ്മുടെ ആ രീതി. പ്രമാണം വീട്ടിലില്ല. അപ്പോൾ മനസ്സിലായി, രസീത് കൂടെ ആ സ്ഥലത്ത് കണ്ടപ്പോൾ മനസ്സിലായി ബാങ്കിലാണ്. ബാങ്കിൽ അന്വേഷിച്ചു പറഞ്ഞു ഇനി ഒരു 5 ലക്ഷം രൂപ കൂടെ അടയ്ക്കണം. അതിൻ്റെ കൂട്ടുപലിശ കൂടെ അടുത്തൊരു 3 ലക്ഷം കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തം 8 ലക്ഷം രൂപ അടയ്ക്കണം. അത് ഞങ്ങളെടുത്ത പൈസയല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രമാണം തരണം, പ്രമാണം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ലോൺ നിങ്ങളുടെയാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നടക്കുമോ? ദൈവത്തിന് സ്തോത്രം. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആദാമിനാൽ നമ്മളെല്ലാവരും പാപികളാണെന്ന് പറയുന്നത്. ഏക മനുഷ്യനാൽ പാപം. ദൈവത്തിൻ്റെ പരിഹാരം എന്താണ്? തിരിച്ച് ഇത് തന്നെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഏക മനുഷ്യനാൽ ഈ പാപത്തിന് ദൈവം ലോകത്തെ പരിഹരിച്ച, അല്ലെങ്കിൽ ലോകമെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന എല്ലാ സംഗതികളും വെച്ചുകൊടുത്തു. മറ്റൊരു ലോകമുണ്ടോ നമുക്കറിയില്ല. അതിന് നമുക്കൊരു സൂചനയും വേദവസവും തരുന്നുമില്ല. എല്ലാ പരിധിയും വെച്ചു നോക്കിയാലും അറിയാവുന്ന പ്രപഞ്ചത്തിലെല്ലാം ദൈവം പരിഹരിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? പാപം എന്ന് പറഞ്ഞ പ്രശ്നമാണ്. നമുക്ക് വേണ്ടി പരിഹരിക്കപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നവും എന്താണ്? പാപം തന്നെയാണ്. ഈ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ബോധ്യം ഉണ്ടെങ്കിലേ നമുക്ക് ക്രിസ്തുവിൽ നടക്കാൻ അല്ലെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കാൻ ഒരു താല്പര്യം തോന്നും. കാര്യം ഇത് വളരെ വിലപ്പെട്ട് കിട്ടിയതാണെന്നുള്ള ഒരു തിരിച്ചറിവ്. ഈ തിരിച്ചറിവ് നമുക്ക് നഷ്ടമായാലാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്.
ഞാൻ സാധാരണ ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഭാഗം വരുമ്പോൾ പറഞ്ഞിട്ടുള്ളൊരു സംഗതിയുണ്ട്. 2 ലക്ഷം പേര് ശവസംസ്കാരത്തിന് സംബന്ധിച്ച ഇത്സാക്ക് കഡൂരി എന്ന് പറയുന്ന ഒരു ഇസ്രായേൽ റബി, അദ്ദേഹം മരിക്കുമ്പോൾ ഒരു എഴുത്ത് എഴുതി നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ മരിച്ചു 1 വർഷം കഴിഞ്ഞിട്ടേ ഇത് പൊട്ടിക്കാവൂ, വായിക്കാവൂ, ആരെങ്കിലും കാണിക്കാവൂ. അവർ 1 വർഷം കഴിഞ്ഞു, അത് വായിച്ചു. പൊട്ടിച്ചപ്പോൾ അവിടെ സ്ഥിരമായിട്ട് അവർക്ക് അവിടെ ഈ ഭാഷ അറിയാവുന്നവർ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ചെറിയ കോഡുണ്ട്. കോഡുണ്ടെന്ന് പറഞ്ഞാൽ 24 അക്ഷരങ്ങൾ 12 വീതം എഴുതിയിട്ട് ആദ്യത്തെ വരിയിൽ എഴുതിയ അക്ഷരം വേണ്ട സ്ഥലത്ത് രണ്ടാമത്തെ വരിയിലെ അക്ഷരം ഉപയോഗിക്കും. രണ്ടാമത്തെ വരിയിൽ അക്ഷരം വേണ്ട സ്ഥലത്ത് ആദ്യത്തെ വരിയിൽ അക്ഷരം ഉപയോഗിക്കും. ഇങ്ങനെയുള്ളൊരു കോഡ് ഉപയോഗിച്ചിട്ട് അദ്ദേഹം എഴുതി, മശിഹ ഒന്നാണ്, മശിഹയുടെ പേര് യഹോശുവ എന്നാണ്. ഈ മശിഹ ഒന്നാണെന്ന് പറയാനുള്ള കാര്യം, ഇസ്രായേലിൽ ഒരു വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഈ കഷ്ടമനുഭവിക്കാനായിട്ട് ഒരു മശിഹ വരുന്നു, അത് കഴിഞ്ഞ് ഭരിക്കാനായിട്ട് മറ്റൊരു മശിഹ വരുന്നു. കഷ്ടം അനുഭവിക്കാനായിട്ട് വരുന്നത് ആദ്യത്തെ മശിഹ ബെൻ യൂസഫ് എന്ന് പറഞ്ഞാൽ ജോസഫ്, യോസഫിൻ്റെ മകനായിട്ട്, യോസഫ് എന്ന് പറഞ്ഞാൽ ഗോത്രക്കാരിലൊരാൾ, ആ ജോസഫിൻ്റെ മകനായിട്ട് വരുന്ന മശിഹ ഒന്നും, ദാവീദിൻ്റെ മകനായിട്ട് വരുന്ന മറ്റൊരു മശിഹ എന്ന് പറഞ്ഞാൽ അവർക്ക് 2 വസ്തുതകൾ വേർതിരിച്ച് കിട്ടി. എന്താണ്? ഒരാൾ ഒരു തവണ വന്ന് കഷ്ടം അനുഭവിക്കുന്നുണ്ട്, ഒരു തവണ വന്ന് ഭരിക്കുന്നുണ്ട്. ഈ 2 സംഗതിയും അവർക്ക് വേർതിരിച്ച് കിട്ടി. പക്ഷേ ഇത് രണ്ടും 2 ആളാണെന്നുള്ളതാണ് അവരുടെ വിചാരം. ഇനി നമ്മളാണെങ്കിലും ഇതൊക്കെ തിരിച്ചറിയാൻ സാധ്യതയുള്ളൂ കേട്ടോ. പ്രവചനം തിരിച്ചറിയാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. കാരണം പ്രവചനം പോയിട്ട് കൽപ്പന തിരിച്ചറിയാൻ എളുപ്പമാണ്. ഒരുത്തനെ കൊല്ലരുത് എന്ന് ദൈവം പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചെന്താ, അവൻ്റെ കഴുത്ത് കണ്ടിക്കരുത്. നമ്മളാണെങ്കിൽ കുറച്ചുകൂടെ, അവർ അന്ന് ചീത്ത വിളിക്കുന്നതൊക്കെ ചെയ്തുള്ളായിരുന്നു ഇസ്രായേൽ ജനം. നമ്മളാണെങ്കിൽ കുറച്ചുകൂടെ കടന്ന് കൈയും കാലും വെട്ടിയാൽ പോലും പ്രശ്നമില്ല. എന്താ, കൊല്ലരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൊല്ലാതെ കൊന്ന ഒരു പ്രശ്നമില്ലെന്ന് അന്നേ മനുഷ്യൻ വിലയിരുത്തി. ഇതുപോലെ 6 കൽപ്പനകളോളം യേശു ക്രിസ്തു മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ മനുഷ്യനോട് എടുത്ത് പറയേണ്ടി വന്നെങ്കിൽ നമുക്ക് ദൈവവചനത്തോടുള്ള തിരിച്ചറിവും പ്രതിപത്തിയും എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ വലിയ എളുപ്പമൊന്നുമല്ല, നമുക്കും അല്ല അവർക്കും എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് അവർ തിരിച്ചറിഞ്ഞില്ലെന്ന് പറഞ്ഞ് നമുക്ക് അവരെ കുറ്റം പറയാനൊന്നുമില്ല. നമ്മുടെ കൈ കിട്ടിയാലും ഇത്രയൊക്കെ സംഭവിക്കും. ഇപ്പോൾ 2 മശിഹ ഉണ്ടെന്ന് വിചാരിച്ചു, അതും ഈ വന്നതൊന്നും അവർക്ക് മശിഹ അല്ലായിരുന്നു. അല്ലെങ്കിൽ ആ അടയാളങ്ങളെ പരിശോധിക്കാൻ അവർക്ക് എന്തായിരുന്നു തടസ്സമെന്നറിയാം. ആ കാലത്ത് അവരുടെ യാഥാസ്ഥിതിക സമൂഹം നിലനിർത്തിയിരുന്ന ഒത്തിരി കാര്യങ്ങളാണ് അവർക്ക് വിരോധമായിട്ട് നിന്നത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ റബി പോയിട്ട് ഒരു വിശ്വാസിയായിട്ട് പോലും പരിഗണിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ നിയമങ്ങൾ എത്തി നിന്നിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചുങ്കക്കാരെ മുഴുവൻ എന്ത് ചെയ്തു? അവർ കൊള്ളരുതാത്തവരായി തള്ളി. ആരാ? ചുങ്കക്കാർ വന്നപ്പോഴാ, മറ്റു ഭരണക്കാർ വന്നപ്പോഴാണ് ചുങ്കക്കാർ വന്നത്. മനസ്സിലായല്ലേ? നമ്മൾ ചാരിറ്റിയിൽ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്, സമാനമാണ്. ഈ ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി കരം പിരിക്കുക? റോമന് വേണ്ടി കരം പിരിക്കുക. അപ്പോൾ റോമക്കാരെന്തുവാ? ദൈവവിരോധികളാണ്, അല്ലേ? അപ്പോൾ ദൈവവിരോധികളെ സഹായിക്കുന്നവരാണ്. മുമ്പ് പെന്തക്കോസുകാർ ചാരിറ്റി കൊടുക്കുമ്പോൾ പറഞ്ഞാൽ ഒരു 5 പൈസ ഭിക്ഷ കൊടുക്കുമ്പോഴും 5 പൈസയ്ക്ക് വില ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് കേട്ടോ. 3 പൈസ, 2 പൈസ, 1 പൈസ വരെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. അത് കടയിൽ കണക്ക് പറഞ്ഞ് ബാക്കി വാങ്ങിക്കുന്ന കാലവും ഉണ്ടായിരുന്നു. അത് ഭിക്ഷ കൊടുക്കുമ്പോഴും നമ്മൾ ഉറപ്പ് വരുത്തും, ഞാൻ ഈ വാക്ക് പറയുമ്പോൾ ക്ഷമിക്കണം, അവൻ്റെ നെറ്റിയിൽ കുറിയില്ല, നിസ്കാരത്തഴമ്പില്ല എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പ് വരുത്തുമായിരുന്നു. എന്താ? നമ്മൾ അന്യ ആരാധനയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യരുതെന്നുള്ളത്. ഞാൻ എൻ്റെ ശരി തെറ്റുകളെ കുറിച്ച് അടുത്ത ചോദ്യം ഉണ്ടായിരിക്കും അല്ലേ? എനിക്കറിയാം, ശബ്ദം കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ, ഹൃദയധ്വനി കേൾക്കുന്നുണ്ട്. കണ്ണാടി കൂടെ ഇത് വരുന്നുണ്ട്. ദൈവത്തിന് സ്വാഗതം. അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മളിത് നോക്കുന്ന ഇത് തന്നെയാണ് അവർ നോക്കിയത്. എന്ന് പറഞ്ഞാൽ മറ്റ് സർക്കാരിനെ അല്ലെങ്കിൽ ദൈവവിരോധികളായിട്ടുള്ളവരെ സഹായിക്കുന്ന ചുങ്കക്കാരൊന്നും എന്തല്ല, ദൈവങ്ങളല്ല, അവനെ
നമ്മളെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളത്തില്ല, അവനെ കൂട്ടായ്മയ്ക്ക് കയറ്റാനും കൊള്ളത്തില്ല. അവനുമായിട്ട് റബിമാർക്കാർക്കും സഹകരണമില്ല, പരീശന്മാർക്കും അവനോട് സഹകരണമില്ല എന്നൊരു നിയമം അവർ കൊണ്ടുവന്നു. പിന്നെ ശബത്തിൻ്റെ നിയമം എങ്ങോട്ടെല്ലാം പോയെന്നുള്ളത് നമുക്കറിയാം അല്ലേ? ശബത്തിൻ്റെ നിയമം അതികഠിനമായിപ്പോയി എന്ന് പറഞ്ഞാൽ നടക്കാൻ പാടില്ല. വഴിയെ പോയപ്പോൾ ഒരു കതിര് കണ്ട് അത് പറിച്ച് തിരുമ്മി വായിലോട്ടിട്ടു. അതുവരെ എന്തായി? പാപമായി എന്ന് പറഞ്ഞാൽ പാപത്തിന് വേണ്ടി അവർ നിയമങ്ങൾ ഒത്തിരി ഉണ്ടാക്കി. പരീശന്മാരെ കുറിച്ച് പറയുന്നത് അവർ മറ്റുള്ളവരെ മേൽ സകലതും അടിച്ചേൽപ്പിച്ചേച്ച് ചെറുവിരൽ കൊണ്ടുപോലും അവരതിനകത്ത് തൊടുന്നില്ലെന്നാണ് പറഞ്ഞു അല്ലേ? അത്രത്തോളം കഠിനമാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഈ ഫ്രെയിമിനകത്തൂടെ യേശുക്രിസ്തുവിനെ നോക്കിയപ്പോൾ എന്തായി? ഒന്നിനും കൊള്ളരുതാത്ത ഒരാളായിട്ട് മാറി. കഷ്ടം അനുഭവിക്കേണ്ടവൻ രാജകുടുംബത്തിൽ ജനിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് പശുത്തൊട്ടി ജനിച്ച അല്ലെങ്കിൽ തൊഴുത്തിൽ വെച്ച് കണ്ടൊരു പൈതലിനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തും അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് കൊടുത്ത അടയാളങ്ങളല്ല നോക്കിയത്, അവർ മറ്റ് പല പാരമ്പര്യങ്ങളും നോക്കി. അത് കഴിഞ്ഞ് വലുതായി കഴിഞ്ഞ് യേശുക്രിസ്തു സംസാരിക്കുന്നത് കേട്ടപ്പോഴോ യേശുക്രിസ്തുവിനെ താരതമ്യം ചെയ്തത് യേശുക്രിസ്തുവിൻ്റെ വീട്ടിലുള്ള ബാക്കി ഒരു 5-6 പേരെ അവർ കൂട്ടി. ഇവരെല്ലാം നമ്മളോടുണ്ട്. ഇവർക്കൊന്നുമില്ലാത്ത ഈ ഒരു സ്പെഷ്യൽ ഉപദേശം അവനെ എവിടുന്നാണ് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം? അപ്പോൾ അവരെ കണക്കിന് ഉപദേശി ആവണമെങ്കിൽ അവർ അപ്പനും അമ്മയും ഉപദേശിയായിരിക്കണം. അതെങ്ങനെയാണെന്ന് ചോദിക്കരുത്. ഇങ്ങനെ നിയമം കൊണ്ടുവന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയിൽ എല്ലാവരും, നമ്മുടെ സഭയിലുള്ളവർ തന്നെ സ്നാനപ്പെടുത്തണം. ഈ നിയമം കൊണ്ടുവന്നവരുണ്ട്. അവസാനം നിങ്ങളുടെ ആദ്യത്തെ പാസ്റ്റർ ആര് സ്നാനപ്പെടുത്തിയെന്ന് ചോദിച്ചപ്പോൾ ഈ പ്രയാസം തീർന്നു. കാര്യം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മൂക്കെ പിടിച്ച് മുങ്ങേണ്ടി വരും സ്വയം സ്നാനപ്പെടുത്തണമെങ്കിൽ. ദൈവത്തിന് മാത്രം. യേശുക്രിസ്തുവിനെ വിശ്വസിക്കാതിരുന്നൊരു കാലം. ഇന്നും യേശുക്രിസ്തു പലപ്പോഴും സഭയ്ക്ക് പുറത്താണ്. നമ്മൾ അതിന് മുകളിലേക്ക് എന്തെങ്കിലും കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് യേശുക്രിസ്തു താഴോട്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ കുറിച്ച് ഞാൻ ബാലനായിരുന്നപ്പോൾ മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഈ സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ അറിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ പ്രവചനമായിട്ട് തട്ടിച്ചു നോക്കുന്നു. യേശുക്രിസ്തു തന്നെ ദൈവാലയത്തിൽ പലരെ പുറത്താക്കി കഴിഞ്ഞപ്പോഴാണ് ശിഷ്യന്മാർ തിരിച്ചു തന്ന ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളയും. ദൈവത്തിന് സ്തോത്രം. പാപത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മളെപ്പോഴും ദൈവവചനത്തിൽ ഒരു മരണത്തെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. 1-ാം മരണം, 2-ാം മരണം. മരണത്തെക്കുറിച്ച് ഒരു ഡെഫിനേഷൻ, ഇത് എൻ്റെ ഡെഫിനേഷനാണ് കേട്ടോ. ഇത് നിങ്ങൾ വേറെ എങ്ങും പോയി ശാസ്ത്രമായിട്ടൊന്നും പറഞ്ഞു കളയരുത്. മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു ഡെഫിനേഷനാണ്. നമ്മൾ ഒരു ലോകത്തുനിന്ന് നമ്മളെ പ്രസൻസ് മൊത്തമായിട്ട് മാറുന്നതാണ് മരണം. നമ്മുടെ ഈ വിശ്വാസ സംബന്ധമായിട്ടുള്ള ഉപദേശത്തിന് ചേരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡെഫിനേഷൻ എടുത്തത്. നമ്മൾ ഒരു ലോകത്തു നിന്ന് പൂർണ്ണമായിട്ടും മാറ്റപ്പെടുക. ഇവിടെ ഇപ്പോൾ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ പിന്നെ ഞാനില്ല. എൻ്റെ ശരീരം എന്ത് ചെയ്യും? മറവ് ചെയ്യും. അതോടെ എൻ്റെ ഈ ഭൂമിയിലുള്ള സകല പരിപാടികളും കഴിഞ്ഞു. പിന്നെ 2 ഡെസ്റ്റിനി ഉണ്ട്. ഇതിൽ എവിടെയെങ്കിലും ഒരിടത്തായിരിക്കും നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ ഇങ്ങനെ 2 അവകാശങ്ങളുമായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. ഈ 2 അവകാശങ്ങൾ നമുക്ക് ആരിൽ നിന്നാണ് കിട്ടിയത്? നമ്മുടെ അവകാശങ്ങൾ ഭൂമിയിൽ നമുക്ക് ഈ അവകാശങ്ങൾ 2 എവിടെ നിന്നാണ് വന്നത്? ആദാമിലൂടെയാണ് വരുന്നത്. നമ്മൾ മനുഷ്യനായത് ആരിലൂടെയാണ്? ആദാമിലൂടെ. ആദാമ്യ വംശം എന്നാണ് നമ്മളെ വിളിക്കുന്നത്. ആദാമ്യ വർഗമാണ്. അപ്പോൾ ആദാമിനുള്ളതെല്ലാം നമ്മൾ എടുത്തേ പറ്റൂ. ഗ്രാമീണ ബാങ്കിൽ ലോൺ ഉണ്ടെങ്കിൽ എന്തോ വേണം? അത് വാങ്ങിച്ചു വെച്ചേ വെക്കൂ. നേരത്തെ ലോൺ ഇല്ലാത്ത സ്ഥലമായിരുന്നു അവന് കൊടുത്തത്. അത് വിറ്റേച്ച് ലോൺ വാങ്ങിച്ചു വെച്ചതാ. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇത് പറയാൻ എളുപ്പം ആവുമെന്ന് ഞാൻ കരുതുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ഇങ്ങനെ, ഒരു ലോകത്തു നിന്ന് നമ്മൾ മരിച്ച്, എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ ലോകത്തു നിന്ന് നമ്മൾ മരിക്കുകയാണ്. ആ ലോകത്തു നിന്ന് മരിച്ച് അടുത്ത ലോകത്തിലേക്ക് ജനിക്കും.
ദൈവത്തിന് സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതാണ് ഒന്നാം മരണവും രണ്ടാം മരണവും എന്നൊക്കെ പറയുന്ന വസ്തുതകൾ. രണ്ടാമത്തെ മരണത്തിൽ പങ്കുകാരനാകാതിരിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? മരിച്ചു ഉയർത്തെഴുന്നേൽക്കണം. യേശുക്രിസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, രണ്ടാമത് വായ് കൊണ്ട് ഏറ്റു പറയണം. വായില്ലാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുണ്ടായിരിക്കും. അവനെ സൃഷ്ടിച്ച ദൈവം അത് പരിഹരിച്ചോട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, സംസാരശേഷിയില്ലാത്ത ഒത്തിരി പേര് സ്നാനപ്പെടുകയും പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുകയും ചെയ്തിട്ടുള്ള എനിക്കറിയാം. ഇതിനായിട്ടുള്ള സെൻറ്ററുകളുണ്ട് കേരളത്തിൽ. എന്ന് പറഞ്ഞാൽ ആ സെൻറ്ററിൽ ജീവിക്കുന്ന ഒത്തിരി പേര് ഇതുപോലെ കർത്താവിനെ അംഗീകരിച്ചവരുണ്ട്. എന്ന് പറഞ്ഞാൽ അവരോട് സംസാരിക്കാൻ രീതികളുണ്ട്, അവർക്കും സംസാരിക്കാൻ രീതികളുണ്ട്. വാർത്തകളൊക്കെ കാണുന്നുണ്ടായിരിക്കും അല്ലേ? അന്ധരുടെ വാർത്തകൾ, ബധിരരുടെ വാർത്തകൾ, അതായിരിക്കും സ്ഥിരം കാണുന്നത്. വാർത്തയാകുമ്പോൾ ഇതൊക്കെ സൈലൻ്റ് ആക്കി വയ്ക്കുകയാണ്. ഞാനിതിനെ ഇത്രയും പറഞ്ഞെന്നറിയാം. നമ്മൾ യേശു ക്രിസ്തുവിനെ പറയുമ്പോൾ നമ്മൾ ബോധ്യമില്ലാത്തവരാകരുത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഇത്രയും താല്പര്യം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അനേകം യുവജനങ്ങൾ അവർക്ക് ലഭിക്കുന്ന അറിവിൽ നിന്നുകൊണ്ട് അവർ തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുക. അവരെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. ഞാൻ പേര് വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി. മുഹമ്മദ് ഈസ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒരു പാസ്റ്ററും കൂടെയാണ് ഇപ്പോഴും. ഇദ്ദേഹവും ഒരു ശുശ്രൂഷകൻ്റെ നിലവാരത്തിൽ നിന്നയാളാണ്. പക്ഷേ തൃത്വം എന്തുവാന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടിയില്ല. ചോദിച്ചപ്പോൾ കിട്ടിയത് ഒരു പരിഹാസ രൂപത്തിലുള്ള ഉത്തരമാണ്. അതുകൊണ്ട് ഞാൻ ഈ മതം വിട്ടിട്ട് മറ്റേ മതത്തിലോട്ട് കയറി. അവിടെ കയറിയിട്ട് 10 വർഷത്തിലധികമായെന്ന് എൻ്റെ അറിവ്. ഇന്ന് ചോദിച്ചു ആ മതം എന്തുവാന്ന് ചോദിച്ചു, അതിന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എത്ര ഉത്തരവാദിത്വം ഉണ്ടെന്ന് ചോദിക്കും. നിന്ന ഒരു സംഗതി അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അടുത്ത ഒരെണ്ണം എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ അതെടുത്ത് തലയെ വെച്ചു. എല്ലാ മനുഷ്യർക്കും സാധ്യതയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനീ പറഞ്ഞത്. എല്ലാ മനുഷ്യർക്കും ചെയ്യാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ എല്ലാ യുവജനങ്ങളും ചെയ്യാൻ സാധ്യതയുള്ള ഒരുപാട് പേര് ഇതുപോലെയുള്ള ചിലർ പൊതുവെ ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. കുറേ കാലം നിരീശ്വരവാദത്തിലേക്ക് അങ്ങ് കയറും. എന്നാലും വലിയ ദോഷമില്ലെന്ന് ഞാൻ കരുതുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അവരെ മടക്കി കൊണ്ടുവരാൻ വലിയ എളുപ്പമാണ്. പ്രത്യേകിച്ച് ശാസ്ത്രബോധം കിട്ടുമ്പോൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്കൂളിൽ പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് പരിണാമ സിദ്ധാന്തം പഠിക്കുന്നിടം തൊട്ട് ഇത്തരം ഒരു ചിന്ത എല്ലാവർക്കും വരാറുണ്ട്. പിന്നെ തത്വത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് നന്നായിട്ട് മനസ്സിലാകുമ്പോഴേ അവരെന്ത് ചെയ്യാറുള്ളൂ, ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാറുള്ളൂ. അല്ലെങ്കിൽ ആ ശാസ്ത്രത്തെക്കുറിച്ചുള്ള കുറച്ചുകൂടെ അറിവ് ലഭിക്കുമ്പോൾ വരും. ഇത് പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും നിരീശ്വരവാദികളാകണം ഈ പറയുന്ന തത്വം വെച്ച്, അല്ലേ? എന്നാൽ 10% പോലും ഇല്ല നിരീശ്വരവാദികൾ. എന്തുകൊണ്ടായിരിക്കും? അവരിത്രയും വലിയ പഠനം പഠിച്ചിട്ടും അവർക്ക് ദൈവത്തെ തള്ളിക്കളയാൻ പറ്റുന്ന വിധത്തിലുള്ള അറിവ് എന്ത് ചെയ്യുന്നില്ല, അവർക്ക് അവിടെ ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ അത് നിലനിൽക്കാത്തത്. ഞാൻ നേരിട്ട് കണ്ട ഒരു മനുഷ്യനുണ്ട്, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതാണ്. നിരീശ്വരവാദിയായിട്ട് നാസയിലേക്ക് 4 വർഷത്തെ പ്രോജക്റ്റിന് വേണ്ടി പോയി തിരിച്ചു വരുമ്പോൾ ദൈവമുള്ളവനായിട്ട് വന്നു എന്ന് മാത്രമല്ല, പലസ്തീനിൽ പല തവണ പോയി അദ്ദേഹം സുവിശേഷ പ്രവർത്തനം ചെയ്തു. അതുകൊണ്ട് ഈ അറിവെന്ന് പറഞ്ഞ് നമ്മളെ ആരും ഭയപ്പെടുത്തരുത്. അറിവ് ഒരിക്കലും നിരീശ്വരവാദത്തിലേക്ക് എത്തിക്കുന്നതല്ല, അതൊരു പോഷത്വമാണ്. പോഷത്വം എന്ന് മാത്രമല്ല, അതൊരു മതവും കൂടെയാണ്. എല്ലാ മതങ്ങൾക്കും ഭീകരതയില്ലാത്ത ഒരൊറ്റ മതം ക്രിസ്ത്യാനിറ്റിയേ ഉള്ളൂ. അത് ഉറപ്പായിട്ട് ഞാൻ പറയാം. ഭീകരതയില്ലാത്ത ഒരൊറ്റ മതവിശ്വാസം ക്രിസ്തീയ മതം മാത്രമേ ഉള്ളൂ. അതല്ലാത്തതെല്ലാം ഭൂമിയിൽ ആയുധം എടുത്തിട്ടുള്ളതാണ്, മറ്റുള്ളവനെ ഉപദ്രവിച്ചിട്ടുള്ളതാണ്. നമുക്കതുകൊണ്ട് നമ്മുടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ ഒരു പ്രയാസവുമില്ല. എന്ന് പറഞ്ഞാൽ ഇത്രയും നമുക്ക് കംഫർട്ട് തരുന്ന മറ്റൊരു സംഗതി നമുക്കില്ല. കാര്യം ദൈവവിശ്വാസം ലോകത്തുള്ള എല്ലാവരും ഒരു 90% പേർക്കുണ്ട്, 95% പേർക്കുണ്ട്. അവരോട് നമുക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് എപ്പോഴും പറയാം. ദൈവത്തിന് സ്വാഗതം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം.
നമ്മുടെ വർണ്ണം, നമ്മൾ ജനിച്ച സ്ഥലം, നമ്മൾ ജനിച്ച കുലം, നമ്മുടെ തൊലിയുടെ നിറം, നമ്മുടെ സാമ്പത്തിക അവസ്ഥ, നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം, ഇതൊന്നും നമ്മളെ പാപി അല്ലാതാക്കുന്നില്ല. ഞാൻ പെന്തക്കോസ്ത് പാസ്റ്റർ വൈഫിനും ജനിച്ച ഒരാളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പാപി അല്ലാതാകുന്നില്ല. ഈ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ശരീരം പ്രാപിച്ചത് ആദാമിൻ്റെ ഇൻഹെറിറ്റൻസ് ആണ്. ആദാം ഉണ്ടാക്കി വെച്ച സമ്പത്ത് മുഴുവൻ ആർക്കുണ്ട്? ഇത് ഞാൻ പ്രാപിക്കുമ്പോൾ എനിക്കുണ്ട്. ഈ തിരിച്ചറിവിൽ നിന്ന് മാറിപ്പോകാം. ഇതിൽ നിന്ന് നമുക്ക് മോചനം തന്നത് ആരേ ഉള്ളൂ? അവസാനത്തെ ആദാം എന്ന് പറഞ്ഞ യേശുക്രിസ്തു. ഏക മനുഷ്യനാൽ നമുക്ക് വന്നു എന്നൊരു പരാതി ഉണ്ടെങ്കിൽ നമ്മൾ പരാതിപ്പെടേണ്ടത്, ഈ ലോകത്തിലെ ജീവിതം ആസ്വദിക്കാത്ത ഏത് മനുഷ്യനുണ്ട്? ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മരണം ആഗ്രഹിച്ചവരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുള്ളവർ തന്നെ, അല്ലേ? മരണം കൂടാതെ കഴിയുന്നിടത്തോളം സമയം ആരോഗ്യത്തോടെ ഈ ലോകത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള, അംഗവൈകല്യത്തോടെ ജനിച്ചവർ പോലും അത് തന്നെ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ആദാമിൽ നിന്ന് കിട്ടിയ ഒരു ഭാഗം ആസ്വദിക്കുകയും മറ്റേ ഭാഗത്തിന് ഉത്തരവാദിത്തം ഇല്ലാതെ പെരുമാറുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് ഉത്തരവാദികളായിരിക്കും. മനസ്സിലായോ? കുറച്ചുകൂടി ലളിതമാക്കി തരാം. യാത്ര പോകുമ്പോൾ നിങ്ങളുടെ മാതാവോ പിതാവോ ഒരു 20 ദിനാർ തന്നിട്ട് പറഞ്ഞു, എന്തുവേണോ ചെയ്തു, ഞാൻ മറ്റന്നാൾ വരുമ്പോഴത്തേക്ക് ഒരു 2 ദിനാറിൻ്റെ പാല് വാങ്ങിച്ച് വീട്ടിൽ വെച്ചേക്കാം. കണക്ക് പറയുമ്പോൾ ഈ 2 ദിനാറ് പൈസ തിരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഒന്നീ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ദൈവത്തിന് സാർ. നമ്മൾ അനുഭവിക്കുമ്പോൾ രണ്ടും ചേർത്ത് അനുഭവിക്കണം, അല്ലെങ്കിൽ ജനിച്ച അന്ന് തന്നെ ആത്മഹത്യ ചെയ്യണം. പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? നടക്കത്തില്ല. നമ്മളിത് അനുഭവിച്ച് ജീവിക്കും. വളരുമ്പോഴേ നമ്മൾ അറിയും എന്ത് നമുക്ക് ഈ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ബാധ്യത നമുക്കുണ്ടെന്ന്. നമ്മൾ ഒരുപാടും പെടണ്ട. ഈ ബാധ്യത തീർത്ത ഒരാളുണ്ട്, ഈ ആൾ വിശ്വാസം മാത്രം അർപ്പിച്ചാൽ മതി, നമ്മുടെ ബാധ്യത അതോടെ തീരുകയാണ്. നാവ് കൊണ്ട് ഏറ്റു പറയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ഈ 2 പ്രവൃത്തി ചെയ്താൽ പിന്നെ ഈ ആളിനെ കുറിച്ച് ഒരു പരാതി വേണ്ട. ഈ രക്ഷ എനിക്ക് നഷ്ടപ്പെടുമോ? ഹൃദയത്തിന് ചിന്ത നഷ്ടപ്പെടുമോ? രക്ഷ നഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്ന മറു ചോദ്യം, നിങ്ങൾക്ക് രക്ഷ ആരംഭിച്ചത് എവിടുന്നാ? ഇവിടുന്നാ? ഇതിൽ നിന്ന് ഇവിടെ നഷ്ടപ്പെടുമോ? ഇവിടെ നിന്ന് അത് നഷ്ടപ്പെടുമെങ്കിൽ മറ്റതും അങ്ങനെ ചിന്തിച്ചു. ഞാൻ തൽക്കാലം വചനമൊന്നും എടുക്കുന്നില്ല, അതിൻ്റെ പ്രോമിഷൻ എടുക്കുന്നില്ല. രക്ഷ നഷ്ടപ്പെടുത്തൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. രക്ഷ നഷ്ടപ്പെടുത്തില്ല എന്ന് പറയാൻ കാര്യം, ഞാൻ കടയിൽ നിന്നൊരു 2 ദിനാറിൻ്റെ ചോക്ലേറ്റ് വാങ്ങിച്ച് എൻ്റെ മക്കൾക്ക് വേണ്ടി കൊണ്ടുവരിക. ഇതെൻ്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും തട്ടിപ്പറിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അംഗവൈകല്യമാണ് ഉള്ളവനാണ്, അല്ലെങ്കിൽ വല്ല കൊള്ളക്കാരുടെ നടുവുള്ള വരികയാണെങ്കിൽ പക്ഷെ ബഹറിൽ അത് സംഭവിക്കുമോ? ഞാനിത് വഴിയിൽ എറിഞ്ഞിട്ട് വരുമോ? ഇല്ല. ഞാനത് കൃത്യമായിട്ട് കൊണ്ടുവന്ന് എൻ്റെ മക്കൾക്ക് കൊടുക്കും. അവർ കഴിച്ചു എന്ന് ഉറപ്പ് വരെ വരുത്തും. ഒരു ലോകത്തിലെ അപ്പൻ ഇത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ നമുക്ക് എന്തുമാത്രം കെയറാ ചെയ്യുന്നത്, അല്ലേ? നീ എനിക്ക് തന്നവർ എൻ്റെ കയ്യിലിരിക്കുന്നു, ഞാൻ നിന്റെ കയ്യിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 2 കൈകളിലാണ് നമ്മൾ ഉറപ്പിൽ നിൽക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന വാക്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത്രയും വലിയൊരു രക്ഷയിലോട്ടാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇത് നഷ്ടപ്പെടുമെന്നുള്ള തോന്നലൊന്നും വേണ്ട. ആകെ ഇവിടുന്ന് ഇത് നഷ്ടപ്പെടാതിരുന്നാൽ മതി. സാക്ഷ്യം ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, ഞാൻ തുടങ്ങിയതും കൂടെ ഒന്ന് ചേർത്ത് പറയുകയാണ്. നമ്മൾ വചനവുമായിട്ടുള്ള ബന്ധം മാത്രമാണ് ഈ ലോകത്തിലുള്ള ഒരു സമൂഹമായിട്ടും നിങ്ങൾക്ക് പ്രതിബദ്ധത ഇതിനു മുകളിൽ വരാതിരിക്കാൻ ശ്രദ്ധിച്ചോളണം. ഈ ലോകത്തിലുള്ള ഒരു സമൂഹത്തിനോടും യേശുക്രിസ്തുവിനേക്കാൾ വലിയൊരു പ്രതിബദ്ധത നിങ്ങൾക്ക് വരാതിരിക്കാൻ എന്നും സൂക്ഷിച്ചു കൊള്ളണം. ഇത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും ഇരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.